വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അമ്മ കയ്യിൽ തന്നുവിട്ട സാധനങ്ങളൊക്കെയാണ് ഇട്ടത്. വേണ്ടാന്ന് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനക്കേടാണ്. പിന്നെ അവരുടെ സമാധാനം നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ. ഒരു കുപ്പിയിൽ ഇത്തിരി കുരുമുളക് തന്നു വിട്ടു. പിന്നെ വീട്ടിൽ നിന്ന് രസമായിരുന്നു, അപ്പോൾ ഒരു കുപ്പിയിൽ ഇത്തിരി രസം കൂടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പുമാങ്ങയാണ്. ഇത് ലച്ചു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ലച്ചു ഇത് ചോദിച്ചു നോക്കുമ്പോൾ അമ്മ കുപ്പി മുഴുവൻ അങ്ങോട്ട് തന്നു കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയും വെള്ളരിക്കയാണ്. പിന്നെ അത് കുറച്ച് പച്ചമുളകാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്കൊരു സമാധാനക്കേടാണ് ഇതൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മത്തി കണ്ടു നോക്കുമ്പോൾ കുറച്ച് മേടിച്ചു. ഞങ്ങളുടെ അവിടെ മത്തി എന്നാണ് പറയുക, ചില സ്ഥലത്തൊക്കെ ചാളാന്ന് പറയില്ലേ. അപ്പോൾ ഇത് കൂടെ ഒന്ന് നന്നാക്കി വെക്കട്ടെ. ഇതൊക്കെ നാളേക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ നന്നാക്കി വെക്കുന്നത്. നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾ വരാനുണ്ട്. ഇന്നെന്തേ നേരം വഴുകിയെന്ന് കാത്തിരിക്കുമ്പോഴത്തേക്കും ആളിവിടെ എത്തിയിട്ടോ. മീനിൻ്റെ തല തിന്നാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഈ കറുമ്പിപ്പൂച്ച. സമയം ഇപ്പോൾ രാത്രി 8 മണിയൊക്കെ ആയിരിക്കണം. ഈ മീൻ നാളെ നന്നാക്കിയാൽ പോരെയെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഫ്രിഡ്ജിൽ വെച്ച മീൻ അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോൾ മീൻ കൊണ്ടുവരികയാണെങ്കിലും ഞാനത് അപ്പം തന്നെ നന്നാക്കി വെക്കാനുള്ളതും വറക്കാനുള്ളതൊക്കെ അങ്ങ് വേർതിരിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെക്കാനുള്ള മീൻ ഇതേ ഡപ്പയിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി കുറച്ച് മസാല പുരട്ടി വെക്കണം നാളേക്ക് വറക്കാൻ വേണ്ടിയിട്ട്. വിശപ്പിൻ്റെ വിളി ഓരോരുത്തർക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം തൂങ്ങാനും തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാനിതൊന്ന് മസാല പുരട്ടി വെക്കട്ടെ, എന്നിട്ട് ചോറ് വിളമ്പിത്തരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ വെക്കാനുള്ളതും വറക്കാനുള്ളതൊക്കെ 2 ഡപ്പയിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ഞാൻ രാത്രിക്കുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മോരുകറി ഉണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് കൊടുന്ന രസമുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഉപ്പുമാങ്ങയും. ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാത്രിക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചവർക്ക് എണീറ്റ് അങ്ങോട്ട് പോവാം. നമുക്കത് പറ്റില്ലല്ലോ. പാത്രം കഴുകാനുണ്ട്, അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാനുണ്ട്. എന്നിട്ടല്ലേ നമുക്കൊന്ന് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ക്ലീനായിട്ട് കിടന്നിട്ട് നാളെ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും.